മുറിച്ച സെക്കൻഡുകളിലൂടെയാണ് ഇവിടെ ഈ 1100 മീറ്റർ മുമ്പ് കാരിച്ചാൽ കാണിച്ച ഒരു റെക്കോർഡ് നമ്മൾ കാണുകയുണ്ടായി. 4 മിനിറ്റ് 14 സെക്കൻഡ് 35 മൈക്രോ സെക്കൻഡ് കൊണ്ട് 1150 മീറ്ററിനെ അവർ താണ്ടിയപ്പോൾ എത്ര വേഗതയാണ് അവർ കൈവരിച്ചിരിക്കുന്നത്. ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമത്തെ ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാമത്തെ ട്രാക്കിൽ തലവടി, മൂന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, നാലാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ. അതായത് വേഗതയുടെ അടിസ്ഥാനത്തിൽ മേൽപ്പാടം ചുണ്ടൻ 8ാം സ്ഥാനത്ത് ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്തത് 4 മിനിറ്റ് 48 സെക്കൻഡ് കൊണ്ട് 53 മൈക്രോ സെക്കൻഡ് വേണ്ടി വന്നിരുന്നു. തലവടിയാണെങ്കിൽ 4 മിനിറ്റ് 24 സെക്കൻഡ് കൊണ്ട് 5ാം സ്ഥാനത്ത് അവരെത്തിയിരുന്നു. ചമ്പക്കുളമാണെങ്കിൽ 7ാം സ്ഥാനത്ത് എത്തിയാൻ എടുത്ത സമയം 4 മിനിറ്റ് 38 സെക്കൻഡ് 59 മൈക്രോ സെക്കൻഡ് മാത്രം. പായിപ്പാടനോ 6ാമത്തെ സ്ഥാനത്തെത്തിയത് 4 മിനിറ്റ് 33 സെക്കൻഡ് 13 മൈക്രോ സെക്കൻഡ് മാത്രം. മേൽപ്പാടം ചുണ്ടൻ, അതുപോലെ തന്നെ തലവടി, ചമ്പക്കുളം, പായിപ്പാടൻ, ഈ 3 ചുണ്ടൻ വള്ളങ്ങൾ അങ്ങനെ തലയും അരയും മുറുക്കി നിൽക്കുകയാണ്. അവരങ്ങനെ പാഞ്ഞു വരികയാണ്. ആ ഒരു സിഗ്നൽ കിട്ടിയതിനെ തുടർന്ന്, അവർ വിസിൽ മുഴങ്ങിയതിനെ തുടർന്ന് തെക്കോട്ട് ഒരു അശ്വമേധ യാഗം നടത്തുന്നത് പോലെ അങ്ങനെ യാഗാശ്വങ്ങളെ പോലെ കുതിച്ചു വരുന്നു. ഒരു ബുള്ളറ്റ് പാഞ്ഞു വരുന്നത് പോലെ, വളരെ ഉഗ്ര പ്രഹരശേഷിയുള്ള ഒരു ബുള്ളറ്റ് പാഞ്ഞു വരുന്നത് പോലെ, വെടിച്ചില് കീറി വരുന്നത് പോലെ വെള്ളത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഏതാണ്ട് 100ഓളം തുഴകൾ ഒരു വള്ളത്തിൻ്റെ ഇരുവശവുമായി ജലച്ചിറകുകളെ വിടർത്തി പാഞ്ഞ് കടന്നു വരികയാണ്. മേൽപ്പാടം ചുണ്ടൻ 2024 മെയ് 10-ാം തീയതി നീറ്റിലിറക്കിയ ഏറ്റവും പുതിയ ചുണ്ടൻ. അമ്പലപ്പുഴയ്ക്ക് കിഴക്ക് മേൽപ്പാടം കരയുടെ സ്വപ്ന സാക്ഷാത്കാരമായി കോവിൽമുക്ക് നാരായണാചാര്യയുടെ മകൻ സാബു നാരായണന്റെ 7ാമത്തെ നിർമ്മിതി, തൻ്റെ 7ാമത്തെ പുത്രൻ എന്ന് ആ തച്ചൻ വിശേഷിപ്പിക്കുന്ന 128 അടി നീളവും 64 ഇഞ്ച് വീതിയും 85 തുഴക്കാരെയും 5 അമരക്കാരെയും 7 നിരക്കാരെയും വഹിക്കുന്ന മേൽപ്പാടം ചുണ്ടൻ 58ാമത് മഹാത്മാ ജലോത്സവത്തിലും അപ്പർ കുട്ടനാട് ജലോത്സവത്തിലും പായിപ്പാട് ജലമേളയിലും നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ കന്യംഗത്തിനുമായി എത്തിയിരിക്കുന്നു. തൊട്ട് പിന്നിൽ എത്തുന്നത് തലവടി ചുണ്ടനാണ്. തലവടി ചുണ്ടൻ്റെ ചരിത്രം, അതും പുതിയ ചുണ്ടനാണ്. 2023 നീറ്റിലിറക്കിയ വള്ളമാണ്. നീറ്റിലിറക്കിയ വർഷം തന്നെ രൂപം കൊണ്ട ക്ലബ് അംഗങ്ങളാണ് തുഴയുന്നത്. UBC കൈനകരിയുടെ കരുത്ത് ഇവിടെ കാണുവാൻ പോവുകയാണ്. 12 നെഹ്റു ട്രോഫികളുമായി ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി വിജയങ്ങളുള്ള ഒരു ടീമാണ് UBC, യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ്. ശക്തമായ ആരാധക വൃന്ദമുള്ള ഒരു ക്ലബ്ബ്. സമീപ വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടാനായില്ലെന്ന പരാതി, അല്ലെങ്കിൽ ആ പരിഭവം, അല്ലെങ്കിൽ ആ പരാധീനത അവരിവിടെ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് കാണാം. ഇത്തവണത്തെ വരവ് 1963, 64, 65, 89, 90, 91 ഹാട്രിക്ക് നേടിയ ആ കാരിച്ചാൽ UBC കൈനഗരി ക്ലബ്ബാണ് ഇത്തവണ തലവടിയെ നയിക്കുന്നത്. നീരേറ്റുപുറം പമ്പ ജലമേളയിലെ 2024 ജേതാവാണ് തലവടി ചുണ്ടൻ. ചമ്പക്കുളം ഹാട്രിക്കുകളുടെ രാജാവാണ് ജലകേസരിയായ ചമ്പക്കുളം. 89, 90, 91 ഹാട്രിക്ക് നേടിയ ചമ്പക്കുളം ചുണ്ടൻ. 94, 95, 96 കിരീടം കൈയടക്കിയ ചരിത്രമുള്ള ചമ്പക്കുളം ചുണ്ടൻ. 1998, 2009, 2014 അടക്കം 9 തവണ വെള്ളിച്ചുണ്ടൻ കരസ്ഥമാക്കിയ ജലരാജൻ പഴയ ചുണ്ടൻ വള്ളം മാറ്റി 2014 പുത്തൻ ചുണ്ടൻ നീറ്റിലിറക്കി. ഉമാമഹേശ്വരൻ ആചാരി നിർമ്മിച്ച ഈ പായും പൊലി 53.25 കോൽ നീളം, 84 തുഴച്ചിൽക്കാർ, 5 അമരക്കാർ, 9 നിലക്കാരടങ്ങുന്ന 90 അംഗ സമിതിയാണ് നയിച്ചുകൊണ്ടുവരുന്നത്. അങ്ങനെ പായിപ്പാടം, തലവടി, മേൽപ്പാടം. തലവടി ചുണ്ടൻ വളരെ വ്യക്തമായ മുന്നേറ്റം. 2ാമത്തെ ട്രാക്കിലൂടെ തലവടി ചുണ്ടനാണ് മുമ്പോട്ട് കടന്നു വരുന്നത്. പായിപ്പാടനെയും പിന്നിലാക്കിയിട്ടുണ്ട്. പായിപ്പാടനൊക്കെ വളരെ പേരുള്ള നെഹ്റു ട്രോഫി ജലമേളയിലേക്ക് പങ്കെടുക്കുകയാണ് പായിപ്പാടൻ ആദ്യമായി. 2ാമത്തെ ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടനാണ് 1ാമതായി ഫിനിഷ് ചെയ്യുമെന്ന് തോന്നുന്നു. തൊട്ട് പിന്നിലെ 3ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ചമ്പക്കുളവും 4ാമത്തെ ട്രാക്കിലൂടെ വരുന്ന പായിപ്പാടനും തമ്മിൽ നല്ല മത്സരമാണ്, വളരെ ശക്തമായ മത്സരമാണ്. തലവടി ലീഡ് ചെയ്യുകയാണ്. ഈ വർഷത്തെ ലൂസേഴ്സ് ഫൈനലിൽ 4 മിനിറ്റ് കൊണ്ട് ഹീറ്റ്സിൽ 24 സെക്കൻഡ് കൊണ്ട് മുന്നേറിയ തലവടി ചുണ്ടൻ 1ാമതായി ഫിനിഷ് ചെയ്യുമ്പോൾ പായിപ്പാടൻ തൊട്ട് പിന്നാലെ വരുന്നു. ചമ്പക്കുളം 3ാമതായും മേൽപ്പാടം 4ാമതായും. മേൽപ്പാടത്തെ പറ്റി പറയുമ്പോൾ പുതിയ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ആഞ്ഞിലത്തടിയുടെ ആ പ്രഭ വിളിച്ചോടുന്ന ആ ചുണ്ടൻ വള്ളങ്ങൾ, 4 ചുണ്ടൻ വള്ളങ്ങൾ ഒന്നിച്ചൊന്നായി അണിനിരന്ന് വന്നപ്പോൾ മേൽപ്പാടം ചുണ്ടൻ നല്ല വ്യക്തമായ ലൂസേഴ്സ് തലവടി ചുണ്ടൻ തന്നെയാണ്
ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്നത്. തൊട്ട് പിന്നാലെ ഒരു റീപ്ലേ നമുക്ക് കാണാൻ കഴിയും. ചുണ്ടനും ചമ്പക്കുളവും ഒന്നാമതായിരുന്നു. ഏറ്റവും പിന്നിലായി വന്നത് മേൽപ്പാടമാണ്. ഇപ്പോൾ കാണുന്ന റീപ്ലേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തലപടി ചുണ്ടൻ ഈ ലൂസേഴ്സ് ഫൈനലിൽ വിജയായി പ്രഖ്യാപിക്കുന്നു. ഇനിയാണ് തീപാറുന്ന ഫൈനൽ.